വിഷയം ഇസ്ലാമിക വീക്ഷണത്തിൽ അതിന്റെ അഹ്കാമുകൾ എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഈ സെഷൻ. ആധുനിക വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ അല്ല, സൗന്ദര്യവർദ്ധക വിഷയകമായി നാം ആചരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് മുടിയുടെ നീളം കൂട്ടുക എന്നത്. സ്ത്രീകളാണ് അത് ഉപയോഗിച്ചു വരുന്നവരിൽ ബഹുഭൂരിപക്ഷം. മുടി കുറഞ്ഞവര് സൗന്ദര്യം പോരാ എന്ന് മനസ്സിലാക്കി പഴയ കാലം മുതൽ തന്നെ മുടിക്ക് നീളം കൂട്ടാൻ വേണ്ടിയിട്ട് അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് മുടി പോലെയുള്ളത്. ചിലപ്പോൾ അത് മനുഷ്യന്റെ മുടിയായിരിക്കാം, ചിലപ്പോൾ കുതിരയുടെ മുടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളുടെ നീളം കൂടിയ മുടിയായിരിക്കാം, അല്ലെങ്കിൽ പനനാരുകളായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായതായിരിക്കുന്ന സാധനം ചായം മുക്കിയും അല്ലാതെയും യാഥാർത്ഥ്യവും അല്ലാതെയും മുടിക്ക് നീളം കൂട്ടുകയും അവരുദ്ദേശിക്കുന്നത് വരെ ചന്തി വരെയോ മുതുവരെയോ അല്ലെങ്കിൽ അതിലധികമോ കുറച്ചോ ഈ ഒരു പ്രക്രിയ ഇപ്പോഴും നടക്കുന്നുണ്ട്. മാർക്കറ്റിൽ മുടിയുടെ കോമ്പലകൾ ഡൽഹിയിലും മറ്റുമൊക്കെ പോയാൽ കാണാൻ കഴിയും. ആണുങ്ങളത് വെക്കുന്നുണ്ട്, സ്ത്രീകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഇസ്ലാമികമായ മാനം എന്ത്? ഇത് നേരത്തെ തന്നെ. അപ്പൊ അതുകൊണ്ട് മുടിയുടെ നീളം കൂട്ടുന്നത് പുരാതന കാലം മുതൽ തന്നെ നിലവിലുള്ളത് കൊണ്ട് ഹദീസിൽ അതിൽ വന്നു അങ്ങനെ അതിനെ പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ വന്ന ഒരു സ്ത്രീ പറഞ്ഞു, നബിയെ, എന്റെ മകൾ വിവാഹിതയായിരിക്കുന്നു, രോഗം ബാധിച്ച് മുടി കൊഴിഞ്ഞുപോയി, ഞാനെന്ത് ചെയ്യണം? ഭർത്താവ് അവളെ കൂട്ടിക്കൊണ്ടുപോകണം, വീട്ടിലേക്ക് കൂട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. മുടിയില്ലാതെ പോയാൽ അതൊരു ഐബല്ലേ? അഫ അസിലുഹ, മുടിക്കൽപ്പം നീളം കൂട്ടിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്, അത് ചെയ്യാൻ പാടില്ല. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസിലത. കൃത്രിമമായി മുടിക്ക് നീളം കൂട്ടുന്നവരെയും അത് കൂട്ടിക്കൊടുക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും കൃത്രിമമായിട്ട് മുടിയുടെ നീളം കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതർ മുഴുവൻ പറയുന്നു, ആ പ്രക്രിയ തെറ്റാണ്, അത് ശരിയല്ല, അത് ഹറാമാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലെല്ലാം അതിന്റെ പരാമർശമുണ്ട്, അതിന്റെ വിധിയുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നവും ഇല്ല, അത് ഹറാമ് തന്നെ. ഖാദൽ ഫുഖഹാഉ അൻ യത്തഫിഖു അലാ തഹരീമിൽ വസ്ൽ ലിമാ ഫിൽ അഹാദീസ് സ്വഹീഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അൻഹു വലഅന ഫാഇല. രണ്ടാമത്തെ ഒന്ന്, തലമുണ്ടനം ചെയ്യുന്നത്, മൊട്ടയടിക്കുന്നത്. പുരുഷന്മാരും അത് ചെയ്യാറുണ്ട്, സ്ത്രീകളും ചെയ്തു വരാറുണ്ട്. കരിഹ ജുംഹൂറുൽ ഫുഖഹാഇ മിനൽ ഹനഫിയ്യത്തി വശാഫിയ്യത്തി വൽ ഹനാബില ഹൽഖ റഅസിൽ മർഅതി ബിഗൈരി ദറൂറത്തി വഫീഹി തഗ്യീറു ജമാലിൽ മർഅതി وتغير الخلقة ويؤدي إلى المثلة وتشويه المنظر وحرموه إذا تشبهت المرأة بالرجال واستدلوا على ذلك بما رواه مسلم عن أبي موسى الأشعري رضي الله عنه أنه قال أنا بريء مما برئ منه رسول الله صلى الله عليه وسلم فإن رسول الله صلى الله عليه وسلم برئ من الصالقة والهالكة والشاقة. സ്ത്രീകൾ തലമുണ്ടനം ചെയ്യുന്നത് തെറ്റാണ്, പുരുഷന്മാർക്ക് അതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരോധിച്ചിരിക്കുന്നു. ഹജ്ജിന്റെ വേളയിൽ പോലും സ്ത്രീകൾക്ക് തലമുണ്ടനം ചെയ്യാൻ പാടില്ല.
തഹല്ലുലിന് വേണ്ടി ഹജ്ജ് ഉംറയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മുടി മുറിക്കുകയാണ് ചെയ്യാറുള്ളത്. തലമുണ്ടനം ചെയ്യാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച പട്ടികയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അരുത്. പ്രത്യേകിച്ച് മുണ്ടനം ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷ ശാമ്യതയാണ് സ്ത്രീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതൊരിക്കലും പാടില്ല. അജ്മഅൽ ഉലമാഉ അലാ കറാഹത്തിൽ ഖസ്ഇ ലിർറജുലി വൽ മർഅതി. ഭാഗികമായി മുടി കളയുകയും ഭാഗികമായി നിർത്തുകയും ചെയ്യുന്ന സ്വഭാവം പഴയ കാലത്തും ഇപ്പം അത് പുനർജന്മം നൽകുകയും ചെയ്യപ്പെട്ട ഒരു പ്രക്രിയയാണ്. മുടിയുടെ സൈഡ് മുറിക്കുക, കുടുമയാക്കി നിർത്തുക. ചിലവരൊക്കെ നടുവിൽ നിന്ന്, തലയുടെ നടുവിൽ നിന്ന് എടുക്കുക, ചുറ്റുഭാഗം നിർത്തുക. ഇങ്ങനെ പല രൂപത്തിലുണ്ട്. അതും ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെതൊക്കെ അങ്ങനെ ഫാഷനായിട്ട് ചെയ്തു വരുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. عن ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم نهى عن القزع. قيل لنافع رضي الله عنه وما القزع؟ قال يهلك بعض رأس الصبي ويترك بعضه. وفيما رواه أبو داود عن ابن عمر رضي الله عنهما قال يهلكوه كله أو يتركوه كله. കുട്ടികളുടെ കാര്യത്തിൽ ഭാഗികമായി മുടി മുറിക്കുകയും പിന്നെ നിർത്തുകയും ചെയ്യരുത്. കളയുന്നു എങ്കിൽ കംപ്ലീറ്റ് കളയുക, മുഴുവൻ മുടി കളയുക. അല്ല, നിർത്തുകയാണ് എങ്കിലോ പൂർണ്ണമായി നിർത്തുക. ഏതായിരുന്നാലും ഭാഗികമായി മുണ്ടനം ചെയ്യുകയും ഭാഗികമായി നിർത്തുകയും ചെയ്യുന്നത് ശരിയല്ല. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ. ഖിലാബുശൈ, അലങ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റൊരു പ്രക്രിയയാണ് താടി രോമങ്ങളിൽ ചായം തേക്കുക എന്ന്. അതൊരിക്കലും, അതിന് വിശദീകരണമുണ്ട്. ഇത്തഫഖൽ ഫുഖഹാഉ അലാ ജവാസ് ഖിലാബുശൈ ബിഗൈരി സവാദി മിനൽ ഹിന്നാഇ വസ്സുഫറതി ലിർരിജാലി വന്നിസാ. മുടിയുടെ വർണ്ണം മാറ്റുന്നത് കറുപ്പ് കൊണ്ട് ചെയ്യാൻ പാടില്ല, അരുത്. കറുപ്പല്ലാത്ത മൈലാഞ്ചിയോ മഞ്ഞച്ചായമോ ആണെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വിരോധമില്ല. കമത്തഫഖു അലാ കറാഹത്തി നത്ഫി ശൈബി മിനൽ റഅസ് വൽ ലഹ്യ. മറ്റൊരു കാര്യം, കറുപ്പ് മുടിയുടെ ഇടയിൽ താടി രോമങ്ങൾ വെളുത്തു കാണുമ്പോൾ അത് ചിലപ്പോൾ അപമാനമായിട്ടോ ആറായിട്ടോ തന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന്റെ സൂചനയായി ഒക്കെ കണ്ട് ബേജാറായി ആളുകൾ നരപറിക്കലുണ്ട്. അരുത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരോധിച്ചിട്ടുണ്ട്. നത്ഫു ശൈബ്, തലയിൽ നിന്നും താടിയിൽ നിന്നും നരച്ച രോമങ്ങൾ തെരഞ്ഞു പിടിച്ച് പറിച്ചു മാറ്റുക, അത് ചെയ്യാൻ പാടില്ല. قال الإمام الشربيني رحمه الله يكره نتف الشيب وقال في المجموع ولو قيل بتهذيبه لن يبعد. നത്ഫു ശൈബ്, നര പറിച്ചു കളയുന്നത് തെറ്റാണ്, കറാഹത്താണ്. നിരോധനം ഉണ്ട്, ഹറാമാണെന്ന് പറഞ്ഞാൽ അത് വിരോധമില്ല. റവ തുർമദിയു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ നത്ഫി ശൈബ്, നര പറിക്കുന്നത് നബി നിരോധിച്ചിട്ടുണ്ട്. വഖാല, നബി പറയുന്നു, ഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിനിക്കൊരു അലങ്കാരമാണ്, പ്രഭയാണ്, അത് നീക്കം ചെയ്യരുത്. വൽ ഇല്ലതു ഫീഹി മിനത് തദ്ലീസി വൽ മാ ഫീഹി മിനത് തദ്ലീസി വൽ ഗശ്ശി വൽ ഖിദാഇ, അതൊരു തരം വഞ്ചനയാണ് എന്നാണ് അതിന് കാരണം മഹാന്മാരായ ഉലമാക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. വസ്തിഇജാലു ശൈബി കറാഹത്തുൻ ലിമാ ഫീഹി മിനത് തദ്ലീസി വൽ ഗറർ. അതുപോലെ മറ്റൊന്നാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ചെറുപ്പക്കാരായ കുട്ടികൾ നരച്ചു എന്ന് തോന്നിക്കാൻ വേണ്ടി തലയിൽ ചായം തേക്കുന്നു. നരയെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചായം തേക്കുന്ന പ്രക്രിയ യുവാക്കന്മാർ ചെയ്തു വരുന്നു. അത് ശരിയല്ല, അത് തെറ്റാണ്. അതും ഒരു തരം കൃത്രിമമാണ്, വഞ്ചനയാണ്, ശരിയല്ല. സർഫു ശൈരി റസ്, തലമുടി വെച്ച് പിടിപ്പിക്കുന്നത്. കശണ്ടി ബാധിച്ച ആളുകൾ, മുടി കൊഴിഞ്ഞു പോയ ആളുകൾ മുടി വെച്ച് പൊടിപ്പിക്കുക എന്നത് അത് ഇന്ന് നടന്നു വരുന്ന മറ്റൊരു സ്വഭാവമാണ്.
هذا النوع من التجميل لن نجد من تعرض إليه من الفقهاء المتقدمين بل هو مسألة قريبة اللهج بالوجود في الآونة المتأخرة وهي كأخواتها عدة أنواع منها ما يكون الشعر الملصق بالرأس غير نام إلا أنه يظهر للناظرين كأنه أصلي فيكون فيه نوع تدليس وخداع كما في وصل الشعر المنهي عنه وإن كان علة النهي عن الوصل التدليس أو الانتفاع بجزء الإنسان حيث يكون من الإنسان أو تغيير خلق الله كما قال بكل واحد منا قائل تكون تلك العلة موجودة في هذا النوع من الزر മുണ്ടനം ചെയ്യുന്നതിന് പകരമായിട്ട് കഷണ്ടികളായിരിക്കുന്ന ആളുകൾ തലയിൽ മുടി വെച്ച് പിടിപ്പിക്കുക എന്നത് അത് തികച്ചും അത്യാധുനികമാണ്. പുരാതന ഗ്രന്ഥങ്ങളിലൊന്നും അത് നോക്കിയിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് പ്രഗത്ഭരായതായിരിക്കുന്ന ആലിമീങ്ങൾ ആ വിഷയത്തിൽ നല്ലൊരു പരിശ്രമം നടത്തിയാൽ ഒരുപക്ഷെ മഹത്തുക്കളുടെ വാക്കിൽ കണ്ടെത്തി എന്ന് വന്നേക്കാം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തെദിലീസ് വഞ്ചനാപരമായതായിരിക്കുന്ന നീക്കം അത് ശരിയല്ല എന്ന് വന്നു. എന്നാൽ മുടി വെച്ചു പിടിപ്പിക്കുന്നത് കഷണ്ടി മറക്കാനും ഞാൻ നല്ല സുമുഖനാണ് എന്ന് തോന്നിപ്പിക്കാനും മറ്റുമുള്ളതായിരിക്കുന്ന ശ്രമം ആണെങ്കിൽ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതിന്റെ പട്ടികയിൽ അത് വരുമോ എന്ന് ശ്രദ്ധിക്കണം. അല്ല, മറ്റൊരു തരമുണ്ട്. സ്വാഭാവികമായി മുടി വളരുന്നത് പോലെ മുടി വെച്ച് പിടിപ്പിച്ച് നട്ടുപിടിച്ച് വളർത്തുക. അത് വളർന്നുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ട്. അത് മുടിയുടെ അപ്പൊ വളരാത്ത മുടിയാണെങ്കിൽ അത് ഗുണകരമല്ലെന്നാണ് മറ്റു കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരുന്നതാണ് സ്വാഭാവികമായി മുടിയുടെ സ്വഭാവത്തിലേക്ക് മുടിക്കുട്ടികൾ വെച്ച് നട്ടുപിടിപ്പിക്കുകയും അതിനെ വളം ചേർത്ത് വളർത്തി സ്വാഭാവികമായി താടി വളരുന്നത് പോലെ തല വളരുന്നത് പോലെ വളർത്താൻ കഴിയും എന്നാണ് ആധുനിക യുഗം അവകാശപ്പെടുന്നത്. അത് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ അസ്വാഭാവികമായിട്ട് വല്ലതുമുണ്ടോ എന്ന് ചിന്തിക്കണം. ഒറ്റ നോട്ടത്തിൽ അതിനെപ്പറ്റി നെഹിയുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും ജനാബത്ത് ഉളു പോലെയുള്ള വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന ഒരു രൂപം അതിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് അത് ശരിയല്ല. കുളിക്കേണ്ടതായിട്ട് വരും, ഉളു ചെയ്യേണ്ടതായിട്ട് വരും, തല തടയേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ ഈ വളർന്നു വരുന്ന മുടി അതിലേക്ക് തടസ്സമാവാൻ സാധ്യതയുണ്ട്. وإن كان الزرع بحيث يكون الشعر ناميا كالطبيعي فلا يكون في هذا النوع من الزرع تدليس ولا خداع ولا تغيير لخلق الله فيكون شبيها بالتداوي الجائز. وأما الحكم على الأول بالحرام وعلى الثاني بالجواز فهو مفوض إلى العلماء القادرين أو المطلعين على آراء المتقدمين. അത് പണ്ഡിതന്മാര് കിതാബ് നോക്കിയിട്ട് ഒന്നും കൂടി വിശകലനം ചെയ്ത് തീരുമാനത്തിലെത്തേണ്ടതാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഞാൻ കണ്ടതിൽ അതില്ലാന്നർത്ഥം. തജ്മീലുൽ വജ്ഹ്, മുഖത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് നാം ചെയ്യുന്ന മാർഗങ്ങൾ. അൽ വജ്ഹു മജ്മഉ മഹാസിനിൽ മർഇ റിജാലൻ വനിസാൻ യുഹിബ്ബു കുല്ലു വാഹിദിൻ മൻ യകൂന വജ്ഹുഹു ജമീലൻ നറൽ ജമീഅ യജ്തഹിദൂന ലിതഹ്സീനിഹി ബിമാ യുംകിനു മിനൽ വസായിൽ ഇല്ലാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لعن الواشمات والمستوشمات والمتنمصات والمتفلجات بالحسن المغيرات خلق الله. رواه الشيخان عن عبد الله بن مسعود رضي الله عنه. മുഖത്തിന്റെ സൗന്ദര്യ വർധനവിന് വേണ്ടി വിവിധങ്ങളായ മാർഗങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചു വരുന്നു. എല്ലാവരും ആശിക്കുന്നത് താൻ സുന്ദരനായിരിക്കണം, നല്ല സുമുഖനായിരിക്കണം, ഒരു അഴിവും ഉണ്ടാകാൻ പാടില്ലെന്നാണ്. എന്നാൽ അതിനുവേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. لعن النبي صلى الله عليه وسلم الواشمات والمستوشمات
വൽമുതനമ്മിസ്വാതി വൽമുതഫല്ലിജാതി. പല്ലുകൾ രാഗി ചെറുതാക്കുകയും കുട്ടികളുടെ പല്ലിന്റെ പരുവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. അതില് പ്രായമായവർക്ക് പ്രായം കുറച്ചു കാണിക്കാനുള്ള കുറുക്കുവിദ്യയാണ് എന്നതാണ് കാരണം. അത് പ്രായമായ യുവതികളാണ് കൂടുതലും ചെയ്തു വരാറുള്ളത്, പുരുഷന്മാരും ചെയ്യാറുണ്ട്. പല്ല് രാഗി കുട്ടികളുടെ പല്ല് പോലെ, ചെറിയ കുട്ടികളുടെ പല്ല് പോലെയാക്കി തീർക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരോധിച്ചതാണ്. അതുപോലെ തന്നെയാണ് കണ്ണിന്റെ പുരികം, ചുറ്റുഭാഗത്തുള്ള രോമങ്ങൾ പറിച്ചു മാറ്റി വില്ല് പോലെയാക്കി തീർക്കുക, ചന്ദ്രനെ പോലെയാക്കി തീർക്കുക. ചന്ദ്രികയുടെ സ്വഭാവം വരുത്താൻ, വില്ല് പോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കൺപുരികങ്ങൾ അലങ്കരിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. അതിലും കൃത്രിമത്വമുണ്ട്. കുലീനത കൂട്ടാനോ അതുപോലെയുള്ള ഐബുകൾ മറച്ചു വെക്കാനോ അത് കാരണമാകുന്നു എന്നതാണ് അതിന്റെ കാരണം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെയാണ് പച്ച കുത്തുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പച്ച കുത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിൽ വല്ലാതെ ഇല്ലെങ്കിലും കേരളം വിട്ട് പുറത്തുപോയാൽ പല ഭാഗത്തും അത് വ്യാപകമായ തോതിൽ കണ്ടെത്താൻ കഴിയും. ആഫ്രിക്കൻ കൺട്രിയിലേക്ക് കടന്നാൽ പലരും കബീലയെ തിരിച്ചറിയാൻ, ഓരോ കബീലയ്ക്കും ഓരോരോ തരത്തിലുള്ളായിരിക്കുന്ന പാണ്ടുവെക്കലും പച്ചകുത്തലും ഉണ്ട്. അവർക്ക് പരസ്പരം കണ്ടാൽ ഇന്ന ഭാഗക്കാരിയാണത്, ഇന്ന ആളുകളാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ചൂടുവെക്കുന്നത്, പച്ച കുത്തുന്നത് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതിൽ പെടുന്നു. പുരികം ചെറുതാക്കുക. അന്നിമാസ് ഹുവൽ അഖദു മിൻ ശൈറിൽ ഹാജിബൈനി ലിതർഖീഖിഹിം ഹത്താ യസീറാ കൽ ഖൗസി അവിൽ ഹിലാലി ബിഖസ്ദിൽ ഹുസ്നി വത്തജമ്മുൽ വഅമ്മാ തഹ്ദീബുൽ ഹാജിബൈനി ബിൽ അഖദി മിൻഹുമാ ഇദാ ത്വാല ഫലം യറ ശാഫിഇയ്യത്തു ഫീഹി ശൈഅൻ ഇല്ലാ അന്ന നബവി റഹ്മഹുല്ലാഹ് കരിഹ ദാലിക ഫഖാല യൻബദി അൻ യുത്റഹ. പുരികത്തിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന രോമങ്ങൾ പറിക്കുകയല്ല ചെയ്യുന്നത്, തെറിച്ചു നിൽക്കുന്നത് വെട്ടാൻ പറ്റുമോ? കത്തുപയോഗിച്ചിരിക്കാം. രോമങ്ങളിൽ തെറിച്ചു നിൽക്കുന്നത് വെട്ടാമോ? ഗുണമില്ലെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. കുഴപ്പമില്ലെന്ന അഭിപ്രായം ഉണ്ട്, പക്ഷേ ഇമാം നബവി തങ്ങളുടെ അഭിപ്രായം അതും ശരിയല്ല എന്നാണ്. കറാഹത്താണ്. وأما إزارة لحية المرأة وشاربها وأنفقتها بالنتف أو الحلق فجائز. സ്ത്രീകളുടെ മുഖത്ത് മുളച്ചു പൊന്തുന്ന രോമങ്ങൾ, മീശയോ താടിയോ അതുപോലത്തത് പറിച്ചു മാറ്റുന്നതിനോ വടിച്ചു കളയുന്നതിനോ വിരോധമില്ല. അത് അവളെ സംബന്ധിച്ചിടത്തോളം താടി രോമങ്ങൾ അതൊരു വൈകൃതമാണ്. അതുകൊണ്ട് അത് പറിച്ചു നീക്കാം, വടിച്ചു കളയുകയും ചെയ്യാം. അൽ വഷ്മു, നേരത്തെ പറഞ്ഞ വാഷിമാത്ത് എന്ന് പറയുന്നത് അൻ യുഗ്റദൽ ഉളൂ ബിഇബ്റത്തിൻ ഹത്താ യസീല ദമു സുമ്മ യുഹശ്ശാ മൗദിൽ ഗർസി ബിൽ കുഹ്ലി അവിൽ നൂറത്തി അവിൽ മിദാദി ഫയഖ്ളറു ഔ യസ്റഖു. وقد أجمع العلماء على تحريم الوشم على الفاعلة والمفعول بها برضاها واختيارها. പച്ച കുത്തുന്നത് പണ്ഡിത ലോകം മുഴുവൻ അഭിപ്രായപ്പെടുന്നത് അത് ശരിയല്ല, തെറ്റാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സൂചി തറച്ച് രക്തം പുറപ്പെടുവിച്ചതിന് ശേഷം അതിൽ മഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചായങ്ങളോ ചേർക്കുക. അങ്ങനെ വന്നാൽ ശരീരത്തിൽ അത് ഉറച്ചു നിൽക്കും. നേരത്തെ പറഞ്ഞ അത്തഫ്ലീജ്, പല്ലിരാവുക. وهو في الاصطلاح برد الأسنان بمبرد ونهبه لتهديدها وتحسينها وإيجاد فرجة بين الأسنان ويقال له الوشر أيضا.
تفعله العجوز ومن قاربها في السن حتى تصبح كالبنات الصغار واتفق الفقهاء على تحريمه لما فيه من التدريج وتغيير خلق الله هذا إن كان للتحسين والتجميل. സൗന്ദര്യത്തിന് വേണ്ടി പല്ല് രാഗി ചെറുതാക്കുന്നതും മറ്റും അത് തെറ്റാണ്. ഫുഖഹാ അത് ഹറാമാണെന്ന ഏകാഭിപ്രായക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. വഅമ്മാ ഇദാ കാന ലിത്തദാവി ഫഹുവ ജായിസ്. പുഴുതുന്ന പല്ലുകളോ മറ്റോ ഒക്കെയാണ് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അതിന് കുഴപ്പമില്ല. ലിമാ റവാ അഹ്മദു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم نهى عن النامصة والواشرة والواصلة والواشمة إلا من ذلك. രോഗമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തജ്മീലുൽ അഅ്ളാഇൽ മബ്തൂറത്തി ബിത്തർകീബി വതർകീയ. വികലമായ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുകയോ കഷ്ണം വെച്ച് പരിഹരിക്കുകയോ ചെയ്യുക. അറ്റുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക, കുഴിയായി പൊളിഞ്ഞുപോയതായിരിക്കുന്ന ഭാഗങ്ങളെ എടുത്തുമാറ്റി മറ്റു കഷ്ണം വെക്കുക. ഇത് ഇന്ന് ആധുനിക ലോകത്ത് ആക്സിഡന്റുകളിൽ മറ്റും സംഭവിച്ചാൽ ചെയ്യുന്ന പ്രക്രിയയാണ്. അതിനെപ്പറ്റി എന്തു പറയുന്നു പണ്ഡിത ലോകം? ഇത്തഫഖൽ ഫുഖഹാഉ അലാ ജവാസി തർകീബി അഅ്ളാഇ മഅദനിയത്തിൻ ബദലൻ അനിൽ അഅ്ളാഇൽ മബ്തൂറത്തി ലിമാ റുവിയ അൻ അബ്ദുർറഹ്മാൻ ബിൻ ത്വറഫാ അന്ന ജദ്ദഹു ഉർഫുജ ബിൻ സഅദ് ഖുതിഅഹു യൗമൽ ഖുലാം فاتخذ أنفا من ورق فأنزل عليه فأمره النبي صلى الله عليه وسلم فاتخذ أنفا من ذهب. ഒരു സ്വഹാബി യുദ്ധത്തിൽ മുറിവേറ്റ് മൂക്ക് മുറിഞ്ഞുപോയി. അദ്ദേഹം ആദ്യം അതിന് വെള്ളി കൊണ്ടിട്ടൊരു കഷ്ണം വെച്ചു. അത് പഴുത്തു വികൃതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെടുത്തു മാറ്റി സ്വർണം കൊണ്ടൊരു കഷ്ണം ഉണ്ടാക്കിക്കോളൂ, എന്നാൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ സ്വർണം കൊണ്ട് പൊട്ടിപ്പോയ മൂക്ക് അദ്ദേഹം സ്വർണം കൊണ്ട് വെച്ച് പിടിപ്പിച്ചു. ഈ അടിസ്ഥാനത്തിൽ കഷ്ണം വെക്കുന്നതിന് വിരോധമില്ലെന്നാണ്, മുറിവ് പറ്റിയതായിരിക്കുന്ന ഭാഗങ്ങൾ ഏറ്റുപിടിപ്പിക്കുന്നതിന് വിരോധമില്ലെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ലോഹം കൊണ്ടാണ്, ലോഹനിർമ്മിതമായ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അത് ചെയ്യാം. അതേ അവസരം മനുഷ്യന്റെ ശരീരമോ മൃഗങ്ങളുടെ ശരീരമോ ഉപയോഗിച്ച് അത് ചെയ്യാമോ? അതിനെ പറ്റിയ അഭിപ്രായം വേറെയുണ്ട്. وفي حالة تحرك الأسنان أجاز الفقهاء شدها بالفضة واختلفوا في جواز شدها بالذهب. وأجاز الفقهاء وصل عظام الإنسان بعظم الحيوان الطاهر وخياطة الجرح بعصب الحيوان الطاهر. قال النووي رحمه الله قال أصحابنا ولا يجوز أن يجبره بنجس مع قدرته على طاهر يقوم مقامه. ശുദ്ധമായതായിരിക്കുന്ന മറ്റു മൃഗങ്ങളുടെ, ഹലാലായ മൃഗങ്ങളുടെ, നജസല്ല, നായ, പന്നി പോലെയുള്ള നജസല്ലാത്ത മൃഗങ്ങളുടെ തോലുപയോഗിച്ച് അത് പരിഹരിക്കാം, കഷ്ണം വെക്കാം, വിരോധമില്ല. നജസ് അല്ലാത്തത് കിട്ടുമെങ്കിൽ നജസ് ഉപയോഗിക്കാൻ പാടില്ല. നജസല്ലാത്ത മറ്റൊന്നും സാധ്യമല്ലാത്ത വരുമ്പോൾ അതും ഉപയോഗിക്കാമെന്ന അഭിപ്രായമാണ്. തജ്മീലുൽ അഅ്ളാഹി ബിഖത്ഇ സവായി. 5 വിരലിന് പകരം 6ാമത്തെ ഒരു വിരലുണ്ടായാൽ അത് മുറിച്ചു മാറ്റാം. 2 കൈയിന് പകരം 1 കൈയിന് പകരം ആ കൈയിൽ തന്നെ 2 പടം കൈയിലുണ്ടായിപ്പോയി, അല്ലെങ്കിൽ മുട്ടിന്റെ താഴെ 2 മുട്ട് ഉണ്ടായിപ്പോയി. ഇങ്ങനെ വന്നാൽ അത് മുറിച്ചു മാറ്റാമോ, വൈകല്യം തീർക്കാമോ എന്ന ഒരഭിപ്രായം. ഇദാ ഖലഖല്ലാഹു ലിൽ ഇൻസാനി സുബ്ഹൻ സായിദത്തൻ ഔ സിന്നൻ സായിദത്തൻ ഫഹൽ യജൂസു ഖത്ഉഹാ ഔ അംലാ. പല്ലുകൾ കൂടുതൽ വന്നാൽ അത് പറിച്ചു മാറ്റാൻ പറ്റുമോ? കൈ കൂടുതൽ ഉണ്ടായാൽ, വിരലുകൾ കൂടുതൽ ഉണ്ടായാൽ അത് എടുത്തു മാറ്റാമോ? പണ്ഡിതന്മാർ അവിടെയും ചർച്ച ചെയ്ത് 2 തട്ടിലാണ്. ഇഖ്തലഫൽ ഫുഖഹാഉ ഫീ ദാലിക വസബബുൽ ഇഖ്തിലാഫി അൽ ഹിയ മിനൽ ഖിൽഖത്തിൽ അസ്ലിയത്തി
فلا يجوز القطع أم هي عيب ونقص فيجوز لأنه من التضاد فنص الإمام أحمد على عدم جواز القطع وذهب كثير من الأئمة منهم الشافعية إلى الجواز والرجل والمرأة سيان في ذلك. 5 വിരലിന് പകരം 6 വിരലുണ്ടായാൽ മുറിച്ചു മാറ്റാമോ? ഇമാം അഹ്മദ് തങ്ങൾ പറയുന്നത് അരുത്, പാടില്ല. അള്ളാഹു സൃഷ്ടിച്ചത് മാറ്റരുത്. അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നതല്ലേ, അള്ളാഹു എനിക്കറിയാലോ, അപ്പായത് കൊണ്ടിട്ട് അത് എടുത്തു കളയരുത്. അതേ അവസരം മറ്റു പണ്ഡിതന്മാരെല്ലാം പറയുന്നത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറയുന്നത് അതൊരു വൈകൃതമാണ്, രോഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വൈകൃതം തീർക്കുന്നതിന് വിരോധമില്ല. 5 വിരലിന് പകരം 6ാമത്തെ വിരലുണ്ടായാൽ അതിൽ ഛേദിച്ച് കളയാം, അത് ചികിത്സയുടെ ഭാഗമാണ്. പല്ല് കൂടുതൽ വന്നാൽ അത് പറിച്ചു മാറ്റാം, അതും വൈകൃതം തീർക്കുന്ന കാര്യമാണ്. ഇമാം അഹ്മദ് തങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അത് അള്ളാഹു നൽകിയതാണ്, അതങ്ങനെ ഇരിക്കട്ടെ, അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ടത് അതാണ്, അതുകൊണ്ട് അവൻ അങ്ങനെ ജീവിക്കട്ടെ എന്ന അഭിപ്രായമാണ് ഇമാം അഹ്മദ് തങ്ങൾക്കുള്ളത്. وأما الزوائد الحاجزة مثل السلأة والخراج فيجوز إزالتها لأنها عيب ونقص. ശരീരത്തിൽ പിന്നീട് വരുന്ന മുഴകൾ ജനിക്കുമ്പോൾ ഉള്ളതല്ല, രോഗം കൊണ്ടോ മറ്റോ മുഴകൾ വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് തീർക്കാമോ? ഒരു വിരോധവുമില്ല, അത് തെറ്റല്ല, അത് ചികിത്സയുടെ ഭാഗമാണ്. അത് മാറ്റുന്നത് ചികിത്സയുടെ ഭാഗമാണ്, എടുത്തു കളയാം. കാത് കുത്താൻ പറ്റുമോ പെൺകുട്ടികൾക്ക്? ആൺകുട്ടികൾക്കും ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളിൽ അത് കുറവാണ്, എന്നാലും ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. മൂക്ക് കുത്തുന്നത് അതൊക്കെ എങ്ങനെയുണ്ട്? അതും ഫുഖഹാ ചർച്ച ചെയ്ത കാര്യമാണ്. ചില ഭാഗങ്ങളിലൊക്കെ അലങ്കാരത്തിന് വേണ്ടി കാത് കുത്തുന്നത് പോലെ മൂക്കും കുത്തുന്നത്. നമ്മളെ ആ ഭാഗത്ത് പാലക്കാടൻ ഏരിയയിൽ ഒരു സംഭവമുണ്ട്. എന്റെ അടുത്ത് പഠിച്ചിരുന്നൊരു കുട്ടി പെണ്ണ് കാണാൻ, ഓന് തിരക്കമില്ല എന്ന് തോന്നി, മറുപടിയാണ് എന്ന് അറിയിച്ചു. ഉമ്മയും പെങ്ങന്മാരൊക്കെ പിന്നീട് കാത് കാണാൻ ചെന്നു നോക്കിയിട്ട് അവർ പറഞ്ഞു, ഒരിക്കലും ആ കുട്ടി നമുക്ക് പറ്റില്ല. എന്തേ? അത് മൂക്ക് കുത്തിയിട്ടില്ല, സൗന്ദര്യമില്ല. അപ്പൊ മൂക്ക് കുത്താത്തത് കൊണ്ട് സൗന്ദര്യമില്ല, അതുകൊണ്ടിട്ട് ആ കുട്ടിയെ കല്യാണം കഴിക്കണ്ടാവുന്നു. അപ്പൊ മൂക്ക് കുത്തുന്നത് ചിലവർ അലങ്കാരമായി കാണുന്നു, ചിലർ അത് അപഹാസ്യമായി കാണുകയും ചെയ്യുന്നു. اختلف فيه الفقهاء فذهب الحنفية والحنابلة إلى الجواز. ജായിസാണ് എന്ന അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർ. واستدلوا عليه بما روى البخاري عن ابن عباس رضي الله عنهما أنه قال أمر النبي صلى الله عليه وسلم النساء بالصدقة فرأيتهن يهبين إلى آذانهن وحلوقهن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്ത്രീകളോട് സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതനുസരിച്ച് സ്ത്രീകൾ കാതിൽ നിന്നും കഴുത്തിൽ നിന്നൊക്കെ ആഭരണങ്ങൾ അഴിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് പൂർവകാലങ്ങളിൽ തന്നെ ആഭരണം കഴുത്തിലും കാതിലും ഉണ്ടായിരുന്നു എന്നല്ലേ ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കാതുകുത്തി ആഭരണം ധരിക്കുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായമാണ് ഒരു പക്ഷം പണ്ഡിതന്മാർ. വലം യൻഹ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാല ഇമാം ഗസാലി, ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ലാ അറാ റുഖ്സതൻ ഫീ തസ്ഖീബി ആദാനി സുബിയത്തി ലിഅജലി തഅദീഖി ഹൽഖിൽ ദഹബ് ഫഇന്ന ഹാദാ ജർഹുൻ മൂലിമുൻ വമിസ്ലുഹു മൂജിബുൻ ലിൽ ഖിസാസ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് അരുത്, കാത് കുത്താൻ പാടില്ല. എന്തിനാണ് ആ പെൺകുട്ടിയെ വെറുതെ വേദനിപ്പിക്കുന്നത്? ആഭരണം മണിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമല്ലല്ലോ. വേണമെങ്കിൽ തന്നെ മറ്റു വിധത്തിൽ കാതിൽ കെട്ടിത്തൂക്കാമല്ലോ. കാതിൽ കുത്താതെ തന്നെ അണിയാൻ മാർഗമുണ്ടല്ലോ. എന്തിനാണ് ഓട്ടയുണ്ടാക്കി അതിൽ തന്നെ ആഭരണം ഇടുന്നത്?
കാത് അലങ്കരിക്കലാണ് എങ്കിൽ അതിന് മറ്റു മാർഗങ്ങളില്ലേ എന്ന പക്ഷക്കാരനാണ് ഇമാം ഗസാലി. അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തള്ളയെയും തന്തനെയും തട്ടാനെയും ശിക്ഷിക്കേണ്ടതാണ് എന്നുകൂടി അഭിപ്രായപ്പെടുന്നു. ഫലാ യജൂസു ഇല്ലാ ലിഹാജത്തിൻ മുഹിമ്മത്തിൻ, അത്യാവശ്യം ആണെങ്കിൽ കുത്തിയേ തീരൂ എന്നുണ്ടെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ അല്ലാതെ ചെയ്തു പോകരുത്. അതിന്റെ ആവശ്യമല്ല, വേദനിപ്പിക്കുന്ന പരിപാടിയല്ലേ, അതുകൊണ്ട് പാടില്ല. അലങ്കരിക്കലാണ് എങ്കിൽ അത് ആവശ്യമാണ്, മറ്റു മാർഗങ്ങൾ അതിന് സ്വീകരിക്കാമല്ലോ. അംഗങ്ങൾ വരുന്ന വ്യതിയാനം വരുത്തി ഭംഗിയാക്കാൻ പറ്റും. العمليات التجميلية التي يمارسها جراح التجميل اليوم الوطني نوع تعرض له الفقهاء وبينوا حكمه كالتفليد وشد الأنف المقطوع. والنوع الثاني هي العمليات الجراحية المستجدة التي لم يتعرض لها الفقهاء بأحكام تفصيلية ولا بد لها من حكم شرعي يكون بالتقليد وتطبيق القواعد العامة. ومن هذا النوع شد التجاعيد وتغيير أيهة العظام، بناء العظام بحيث يصبح جزءا من الإنسان، إزالة الشعوم أو أمثال ذلك، نتيجة أمثال ذلك. പുതിയ ആധുനികം സ്വീകരിച്ചു വരുന്ന ആലങ്കാരിക പ്രയോഗങ്ങളിൽ ചിലതാണ് ഭംഗിക്ക് വേണ്ടി നടത്തുന്ന ശസ്ത്രക്രിയകൾ. പ്ലാസ്റ്റിക് സർജറി, വികൃതമായ മുഖത്തെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ശസ്ത്രക്രിയ, അല്ലെങ്കിൽ എന്റെ മുഖം പോലെയാകാൻ വേണ്ടി, നിങ്ങളുടെ മുഖം പോലെയാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ശസ്ത്രക്രിയ. നിങ്ങളുടെ മുഖം സുന്ദരമായി തോന്നുമ്പോൾ അതുപോലെ എനിക്കും അങ്ങനെയാവണം. ചൈനക്കാരന്റെ മുഖം ആകണം എനിക്ക് ഇന്ത്യക്കാരന്റെ മുഖം തെറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയാവണം എന്ന് വിചാരിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റി. അത് രണ്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒന്ന്, പാസ്പോർട്ടിന് പിടിക്കാതിരിക്കാൻ വേണ്ടി. ആദ്യത്തെ പാസ്പോർട്ട് പഴയ ഇന്ത്യൻ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ദുബായിൽ അടിയന്തരായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഷേപ്പ് മാറ്റിയിട്ട് ചൈനക്കാരന്റെ മുഖമാക്കിയിട്ട് പോകും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണ് മാറ്റി. ഇപ്പോ ഈ ഐ ടെസ്റ്റ് വല്ലാതുള്ള കാലാണ്. അപ്പൊ ഒരു കണ്ണ് കൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ചിലപ്പോൾ പ്രയാസപ്പെട്ടു എന്ന് വരും. അതുകൊണ്ട് വരുമ്പോ ഒരു കണ്ണ് പോകുമ്പോൾ വേറൊരു കണ്ണ്, അങ്ങനെ കണ്ണിന്റെ ഷേപ്പ് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ചുരുക്കം വഞ്ചനാപരമായി നടത്തുന്നതാണെങ്കിൽ അത് ശരിയല്ല. കണ്ണിന് രോഗം വന്നു, ശസ്ത്രക്രിയ ചെയ്തു, ഷേപ്പ് മാറിപ്പോയി എങ്കിൽ കുഴപ്പമില്ല. മുഖം പൊള്ളലേറ്റു, വികൃതമായി, ചികിത്സിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ചൈനക്കാരന്റെ മുഖമായി പോയി, വിരോധമല്ല. അതേ അവസരം പാസ്പോർട്ട് തിരിമറി മാറ്റാനോ മറ്റോ ആണ് എങ്കിൽ അത് ശരിയല്ല. മറ്റൊന്നാണ് വയസ്സായ ആളുകളുടെ മുഖം ചെറുപ്പക്കാരുടെ മുഖമാക്കി തീർക്കുക. മുഖത്തിന്റെ ചുളിവ് നികത്തുക. വയസ്സായിപ്പോയി 10, 65, 70, 80 വയസ്സായാൽ വികൃതമായ മുഖമാകും. അതുകൊണ്ട് ഒരു 16ന്റെ മുഖം ആക്കാൻ എന്താണ് മാർഗം? അതിന് ചുളിവ് നികത്തുക, ശത്രുത്താജി എന്നാണ് പറയുന്നത്. മുഖം വലിച്ചു കെട്ടുക. ഒരിക്കൽ വലിച്ചു കെട്ടിയ ഒരു 4-5 വർഷമൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി അയച്ചു കെട്ടേണ്ടി വരും. ഞരമ്പ് പിടിച്ചിട്ട് വലിച്ചു കെട്ടുകയാണ്. അതും ഇതുപോലെ തന്നെയാണ്. കൃത്രിമത്വം ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ശരിയല്ല. അല്ല, രോഗചികിത്സയുടെ ഭാഗമായിട്ടാണ് എങ്കിലോ വിരോധവുമില്ല എന്ന നിഗമനത്തിലാണ് പൊതുവെ. وإذا كان الباحث على إزالة هذه التعاجيد وإخفاء شيخوخته وكبر سنه وظهور المرء في ثياب شباب فهو خدعة وتدليس. അത് വലിച്ചു കെട്ടുന്നതിന്റെ പിന്നിലുള്ള പ്രേരണ യുവതിയെ പോലെ ആയി തീരലാണ് 80-കാരിയായ ഉമ്മാമ. സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ വഞ്ചനയാണോ പിന്നിൽ എങ്കിൽ അത് ഗുണകരമല്ല. ഇല്ല എങ്കിൽ ചികിത്സയുടെ ഭാഗമാണ് എങ്കിൽ അത് വിരോധിക്കേണ്ടതും ഇല്ല എന്ന അഭിപ്രായം പൊതുവെ. ശബ്ദം കോപ്പിയടിക്കുക. യേശുദാസിന്റെ ശബ്ദമാകണം എനിക്ക് എന്ന് പറഞ്ഞ അതിനും ചികിത്സയുണ്ട്.
ചില അപൂർവ ഹോസ്പിറ്റലുകളിൽ ശബ്ദം മാറ്റിക്കൊടുക്കുന്നു. മിമിക്രിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആൾമറാട്ടത്തിന്റെ ഭാഗവും വഞ്ചനയ്ക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം മാറ്റുന്നതെങ്കിൽ ഇത്രകാലം ഫോണിൽ സംസാരിച്ചാൽ ആളെ തിരിച്ചറിയുമായിരുന്നു. ഇനി ശബ്ദം മുഖേന തിരിച്ചറിയണ്ട എന്നൊരാൾ തീരുമാനിച്ചു. അത് നമ്മളെ ബിസിനസിനെ ബാധിക്കും. അതല്ലെങ്കിൽ വേറെ തനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ഇങ്ങനെയാണ് ശബ്ദം മാറ്റുന്നത് എങ്കിൽ അത് വഞ്ചനയുടെ ഭാഗമാണ്. അല്ല കൊര പിടിച്ച് ശബ്ദമൊക്കെ പോയതാണ്, അതിന് ചികിത്സിച്ച് പിന്നെ മാറി നോക്കുമ്പോൾ മറ്റൊരു ശബ്ദമായി എങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഏതായിരുന്നാലും അതും ഇന്ന് ആധുനിക ലോകത്ത് നടക്കുന്ന ചികിത്സാ രീതിയിൽ ഒന്നാണ്. ومن هذا النوع شد التعاجيد تغيير هيئة الأعضاء بناء الأعضاء بحيث يصبح جزءا من الإنسان إزالة الشعوم وأمثال ذلك نتيجة لفقدان مرونة الجلد ووقوع حيوية بعض الخلايا تظهر في الجسم ثنيات خفيفة على سطح البشرة ثم تتضاعف تدريجا وتتعمق في داخل الجلد وهذه الثنايا هي التعاجيد وتارة يكون ظهورها طبيعيا حيث تقل مرونة الجلد نتيجة الشيخوخة وتقدم السن وتارة أخرى تكون هذه الظاهرة بأسباب من المرض فتظهر حتى في الشباب والأطفال ومن الإسراف في طاعات الخمور والمنبهات ومن الأمراض الباطنة التي تؤثر على الجهاز الهضمي ومن الأمراض العصبية والأمراض النفسية كالحزن والتعب ومن الأرق وعدم النوم الكافي للجسم ومنها كثرة استعمال المواد الكيمياء അമിതമായതായിരിക്കുന്ന രാസപ്രയോഗങ്ങളുടെ കാരണം കൊണ്ടും മറ്റും ചുളിവുണ്ടാവാറുണ്ട്. ഉറക്കമൊഴിച്ചതുകൊണ്ട് ചുളിവ് വരാറുണ്ട്. വിഷാദരോഗം കൊണ്ട് ചുളിവുണ്ടാവാറുണ്ട്. അമിതമായി മദ്യപിക്കുന്നത് കൊണ്ടും അതുപോലെയുള്ളതായിരിക്കുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ ചുളിവ് വീഴാറുണ്ട്. ഈ ചുളിവൊക്കെ ചികിത്സിച്ച് മാറ്റുക എന്ന ഭാഗം ആണെങ്കിൽ ചികിത്സയുടെ പരിധിയിൽ വരും. അതേ അവസരം അത് വഞ്ചനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് അത് ശരിയല്ലതാണ്. وكذلك ظهر بين الناس تغيير الأصوات وتحويلها ليختار من شاء منهم صوت من شاء ثم يتحاور ويتغنوا مثل ما شاء من الممثلين والأبطال اللاحقين وكل ذلك بواسطة العلوم الأسرية والتكنولوجية الحديثة. وعندما نحاول ونبعث عن أحكامها في ثنايا الكتب ربما لا نجدها مفصلة واضحة فيها فيجب على العلماء أن يبينوا الأحكام كي يرتدع المنهيات والحرام من شاء الله بهم الخير والهداية. فإن لم يجدوا المسائل مفصلة في الكتب فلا بد من الرجوع إلى الدوافع والبواعث التي حملت الناس على القدوم إليها. هل هي خداع وتدليس أم هي التداوي والتصديق؟ فعند ذلك يتضح الأمور وينجلي الأحكام. بناء الأعضاء ومن الأمور التي لن نرى الفقهاء تعرضوا لها وإن تعرضوا لنظيرها من المسائل بناء الأنف والشفة بحيث يصبح جزءا ناميا وباقيا في الجسم كسائر الأعضاء. സ്വമേധയുള്ള രൂപത്തിലേക്ക് മൂക്ക്, ചെവി പോലെയുള്ളതൊക്കെ പൊട്ടിയ ശേഷം കഷ്ണം വെച്ചുകൂട്ടുക. അതെങ്ങനെയുണ്ട്? إذا ضاع أنف المرء أو شفطه نتيجة حادثة مرورية فهل له التجاء إلى العلوم الأسرية والتقنية الحديثة ليجبر هذا الخلل بأخذ شيء من الأعضاء الأخرى له أو لغيره
وجعلها في المكان المصاب كي يصبح فيما بعد جزءا له كالأصل. ونرى الفقهاء في بعض المواضع من كتبهم صرحوا بنظير ذلك حيث قالوا بوضع النقد مكان المقطوع وقالوا بقطع العضو للأكل عند الضرورة. അവയവങ്ങൾ മാറ്റിവെക്കുന്നത് അതിനെക്കുറിച്ച് ഇസ്ലാമികമായി എന്ത് ആക്സിഡന്റിലും മറ്റുമൊക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? തന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിന് ഒരു വിരോധമില്ല. തന്റെ കൈ അറ്റുപോയി പെട്ടെന്ന് അതെടുത്ത് കൂട്ടിച്ചേർക്കുന്നതിന് വിരോധമില്ല. തനിക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ കൈയിനെ മുറിച്ചെടുത്ത് വെക്കാൻ പറ്റുമോ? അവയവം ദാനം ചെയ്ത് അതിനെ സംബന്ധിച്ച് ശക്തമായതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. പാടില്ലെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. എന്റെ കയ്യിൽ നിന്ന് ഒന്ന് മുറിച്ച് നിങ്ങൾക്ക് നൽകുക, എനിക്ക് 2 കൈ ആവശ്യമില്ല, മേലാൽ ഒന്നേ വേണ്ടുള്ളൂ, ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു കൈ സംഭാവന ചെയ്താൽ പറ്റും. അതുപോലെ തന്നെയാണ് കിഡ്നി 2 ഉണ്ട്, അതിൽ നിന്ന് ഒന്നേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് വ്യക്തി തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു കിഡ്നി എടുത്ത് മറ്റേയാൾക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ 2 കണ്ണ് എനിക്ക് ആവശ്യമില്ല, എനിക്കൊരു കണ്ണ് മതി ഇനി മേലാൽ എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതെടുത്ത് മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നു. ഇത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുമോ? മരണാനന്തരം ആ വിഷയത്തിൽ അത് നിർവഹിക്കാൻ പറ്റുമോ? ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നല്ലൊരു പക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് അരുത്, അത് ചെയ്യാൻ പാടില്ല. അവയവം തന്റേതല്ല, അള്ളാഹുവിന്റേതാണ്. അത് മുറിക്കാനോ മാറ്റാനോ വിൽക്കാനോ ഉള്ള അവകാശമില്ല. മുറിച്ചു മാറ്റാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റേതാണ് ശരീരം, നമ്മളതല്ല. അപ്പൊ ആയതുകൊണ്ട് എനിക്ക് ഇനി ഒരു കൈ മതി, ഒരു കൈ ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൈ മുറിച്ച് ദാനം ചെയ്യാൻ പാടില്ല, കണ്ണെടുത്ത് ദാനം ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ കിഡ്നി എടുത്ത് ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് ഒരുപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമുള്ളത്. ചിലര് മരണാനന്തരം തന്റെ ആവശ്യം തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇതിന് പകരമായി മറ്റൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ, മൃഗത്തിൻ്റെത് കിട്ടുന്നില്ല, മറ്റ് കൃത്രിമമായ അവയവങ്ങളൊന്നും കിട്ടാനില്ല, ഒരു മാർഗവും വേറെയില്ല എന്ന് വരെങ്കിൽ അതിന് വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു ഖണ്ഡിതമായ തീരുമാനം വ്യക്തമായി പറഞ്ഞത് പറ്റില്ല എന്ന് മാത്രമാണ്. എങ്കിലും ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. തന്റെ ആവശ്യം തീർന്നിരിക്കുന്നു, മരിച്ചുപോയി, ഇനി അതുകൊണ്ട് മറ്റൊരാള് ജീവിക്കുകയാണെങ്കിൽ ഗുണമല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇല്ലായികയല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരാമർശത്തിന്റെ സംക്ഷിപ്ത രൂപം. ഇബാറത്തുകളൊക്കെ ഉണ്ട്. അത് ഭൂരിപക്ഷം വരുന്നത് സാധാരണക്കാരും അല്ലാത്തവരൊക്കെ ഉള്ള ഈ സദസ്സായത് കൊണ്ടിട്ട് ഇതിന്റെ ആവശ്യം തോന്നുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇതിന്റെ കോപ്പി ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മഹാരായ്ക്ക് വേണ്ടിയിട്ടോ മുറാജയ്ക്ക് വേണ്ടിയിട്ടോ എടുക്കുകയും ചെയ്യാം. ഒരുപാട് പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് കോപ്പി എടുക്കുമ്പോൾ എന്നോട് പറയണമെന്ന് മാത്രം. നിങ്ങളുടെ നെറ്റിൽ ഉണ്ട് സാധനം. അത് പിന്നെ DTP എടുത്തപ്പോൾ ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എങ്ങനെയെന്ന് എടുത്തു കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ചോദിക്കണം. ഇന്ന് വ്യാപകമായി സ്ത്രീ പുരുഷ ഭേദമന്യേ ബോഡി സ്പ്രേയും സ്പ്രേ അല്ല ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നു. ബോഡി ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കൊഴുപ്പ് വലിച്ചെടുക്കുന്നത്, പൊണ്ണത്തടി കുറക്കാൻ വേണ്ടിയിട്ട് ചികിത്സിക്കുന്നത്, അതെന്ത്? അതും നേരത്തെ പറഞ്ഞതിന്റെ പരിധിയിലാണ് വരുന്നത്. രോഗത്തിന്റെ ഭാഗമായി ഉണ്ടായ പൊണ്ണത്തടിയാണെങ്കിൽ വലിച്ചു കളയുന്നതിന് വിരോധമല്ല. അല്ല, ആൾമറാട്ടത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ കണ്ട ആളല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പിന്നെ കൃത്രിമമായിട്ട് ആൾമറാട്ടത്തിന് വേണ്ടിട്ടോ വഞ്ചനക്കോ ചെയ്യുന്നതാണ് എങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ചെയ്തു കൊടുക്കാനും പാടില്ല എന്ന അഭിപ്രായമാണ് ഉള്ളത്. പൊതുവെ അപകടത്തിൽപ്പെട്ടുപോയി പല്ല് ഭംഗികേട് തീർക്കുന്നതിന് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് വെക്കാമോ? പല്ല് വെക്കാൻ പറ്റും എന്നാണ് പൊതുവെ നേരത്തെ പറഞ്ഞത്. സ്വർണം കൊണ്ട് പല്ല് കെട്ടാം, അത് ഫുഖഹാ അനുവദിച്ചിട്ടുണ്ട്.
മറ്റു ലോഹങ്ങളെ കൊണ്ടും ആവാം എന്ന അഭിപ്രായമുണ്ട്. പല്ല് രാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു, തെറ്റാണ്. പല്ല് രാഗി ചെറുതാക്കി ചെറിയ കുട്ടികളെ പോലെ ആക്കുക. വയസ്സായ ആളുകൾ ആ വയസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് പല്ലിന്റെ രാഗി ചെറുതാക്കുക. അതും രോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ്. ഇളകിയ പല്ല് സ്വർണം കൊണ്ടോ മറ്റോ ബദലാക്കുന്നതിനോ കിട്ടുന്നതിനോ വിരോധമില്ല എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോഹം ഉപയോഗിച്ച് ചെയ്യുന്നത് പൊതുവെ തെറ്റല്ല എന്ന അഭിപ്രായമാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഈ ചർച്ച അവതരിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും പ്രത്യേകിച്ച് ബിരുദധാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. എന്ത് സംഭവങ്ങൾ കണ്ടാലും ഇസ്ലാമിക മാനം അതിലെന്ത്, എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് കിതാബുകൾ പരിശോധിച്ച് കണ്ടതും കാണാത്തതും രേഖപ്പെടുത്തി ഒരു സജീവമായതായിരിക്കുന്ന ചർച്ചയ്ക്ക് വിഷയങ്ങൾ വിധേയമാക്കുകയും ചർച്ച ചെയ്യുകയും വേണമെന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഉണർത്തുകയാണ്. ബഹുമാന്യനായിരിക്കുന്ന കെ പോലെയുള്ളായിരിക്കുന്ന പ്രഗത്ഭ ഉസ്താദുമാർ, MA ഉസ്താദ്, അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് ആ മഹാനുഭാവൻ അല്ലാഹു തആല നൽകട്ടെ. അവരെ പോലെ ആളുകളോടൊക്കെ അന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ഉണർത്തിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഉറുദു സെഷൻ